നമസ്കാരം. യുക്രൈനുള്ള സൈനിക സഹായങ്ങൾ നിർത്തിയ US നടപടിയിൽ പ്രതികരിച്ച് രാജ്യത്തെ മുതിർന്ന നിയമനിർമ്മാതാവ്. പെട്ടെന്നുണ്ടായ ഈ ചരടുവലിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രതികരണമാണ് യുക്രൈന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. റഷ്യൻ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവരുടെ വഴിയിലേക്ക് യുക്രൈനെ കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ ഇതെന്ന് സംശയിക്കുന്നതായി മുതിർന്ന നിയമനിർമ്മാതാവ് പറഞ്ഞു. റഷ്യയെ സഹായിക്കാനുള്ള നീക്കമാണ് US-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്നും യുക്രൈൻ ആരോപിക്കുന്നു. ഇപ്പോൾ സഹായം നിർത്തുക എന്നതിനർത്ഥം പുടിനെ സഹായിക്കുക എന്നതാണ്. യുക്രൈൻ പാർലമെന്ററി വിദേശ സമിതി അധ്യക്ഷൻ ഒലക്സാണ്ടർ മെറഷ്കോവിനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ആദ്യമായാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ വിഷയത്തിൽ തുറന്ന അഭിപ്രായ പ്രകടനം നടത്തുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇത് വളരെ മോശമായ കാര്യമായി തോന്നുന്നു. റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. കീഴടങ്ങലിലേക്ക് അദ്ദേഹം നമ്മെ തള്ളിവിടുന്നതായാണ് തോന്നുന്നത്, മെറഷ്കോ പറയുന്നു. രണ്ടാം വട്ടവും അധികാരമേറ്റെടുത്ത ഡൊണാൾഡ് ട്രംപ് തന്റെ രാജ്യത്തെ വിദേശ നയവും മുൻഗണനകളും അപ്പാടെ മാറ്റിമറിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. യുക്രൈൻ ലഭിച്ച വലിയൊരു പ്രഹരമാണ് ട്രംപിന്റെ നീക്കമെന്നാണ് മെറഷ്കോ പറയുന്നത്. പ്രധാന കാര്യം എന്തെന്നാൽ ഇതൊരു മാനസിക പ്രഹരമാണ്, യുക്രൈന് കിട്ടിയ രാഷ്ട്രീയ പ്രഹരമാണ്. ഇത് നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് സഹായിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. വിഷയത്തിൽ യുക്രൈൻ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. നാസി ജർമ്മനിയെ ചെക്കോസ്ലോവാക്യയുടെ ഒരു ഭാഗം കൂട്ടിച്ചേർക്കാൻ അനുവദിച്ച 1938 മ്യൂണിക് ഉടമ്പടിയുമായി അദ്ദേഹം US സഹായം നിർത്തലാക്കിയതിനെ താരതമ്യം ചെയ്തു. ഇത് മ്യൂണിക് ഉടമ്പടിയേക്കാൾ അപകടം ആണെന്നും മെറഷ്കോ പറയുന്നു. കാരണം അന്ന് എല്ലാത്തിനും കാരണം ചെക്കോസ്ലോവാക്യ ആണെന്ന പ്രചാരണം ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം റഷ്യയുമായുള്ള യുദ്ധത്തിൽ US സഹായങ്ങളോട് വേണ്ടത്ര കടപ്പാട് കാട്ടിയില്ലെന്ന് ആരോപിച്ച് വൈറ്റ് ഹൗസിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ചൂടേറിയ വാഗ്വാദത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെയാണ് സൈനിക സഹായം നിർത്തലാക്കിയ ഉത്തരവ് വന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള വാർത്താ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ ഗാസയിലെ സംഘർഷം, യുക്രൈൻ റഷ്യ യുദ്ധം എന്നിവ ഉടൻ പരിഹരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ വാഗ്ദാനം. എന്നാൽ ഇതിനു പിന്നാലെ വ്യത്യസ്തമായ രീതിയിലാണ് ട്രംപ് നീക്കങ്ങൾ. റഷ്യയെ കൂടുതൽ അടുപ്പിച്ചു നിർത്തുകയും യുക്രൈനെ അകറ്റുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ചയ്ക്കിടെ സെലൻസ്കി US-നോട് കാണിക്കുന്നത് നന്ദികേടാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു. സെലൻസ്കിയെ നന്ദി പറയാൻ നിർബന്ധിക്കുകയും ചെയ്തു. $35,000 കോടി സഹായം US നൽകിയെന്നും സൈനികോപകരണങ്ങൾ പോലും യുക്രൈന് ഇല്ലാതിരുന്നുവെന്നും US പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ യുദ്ധത്തിൽ അടിപതറിയേനെയെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ സെലൻസ്കി US-നോട് നന്ദി പ്രകടനവുമായി വന്നിരുന്നു. തന്റെ X അക്കൗണ്ടിൽ വീഡിയോ പങ്കുവച്ചായിരുന്നു നന്ദി പ്രകടനം. ട്രംപിനെ പിണക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകും എന്ന ആശങ്കയാണ് സെലൻസ്കിയെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ നന്ദി പറച്ചിലൊന്നും ഫലം കണ്ടില്ല. അതിനുശേഷമാണ് ട്രംപ് കടുത്ത തീരുമാനമെടുത്തത്. ഉക്രൈന് നൽകിയ സൈനിക സഹായങ്ങളെല്ലാം ട്രംപ് പിൻവലിക്കുകയായിരുന്നു.